ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിലിമി ഹണ്ടർ. തമിഴിലെ ബെസ്റ്റ് ടോപ്പ് 5 വെബ് സീരീസുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ സീരീസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റ് ആയി ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. വർത്ത് വാച്ച് സീരീസുകളാണ്. ലിസ്റ്റിൽ 5ാമത് വരുന്ന സീരീസാണ് ഇരുദ്രവം. ഈ സീരീസിലെ സ്റ്റോറി ഒരു പോലീസ് ഓഫീസർ അയാളുടെ വൈഫിനെ പെട്ടെന്ന് ഒരു ദിവസം കാണാതാവുന്നു. അതിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഈ പോലീസ് ഓഫീസറിനെ സംശയിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു സൈക്കോ കിഡ്നാപ്പർ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. അത് അന്വേഷിക്കാൻ നമ്മുടെ ഹീറോ കളത്തിലിറങ്ങുന്നു. പിന്നീടുണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ സീരീസിലെ മെയിൻ സ്റ്റോറി. ഈ സീരീസ് വളരെ ചെറിയൊരു ലോ ബഡ്ജറ്റിലാണ് എടുത്തിരിക്കുന്നത്. ഈ സീരീസിലെ മെയിൻ ലീഡായി അഭിനയിച്ചിരിക്കുന്നത് നന്ദന ദുരരാജാണ്. നന്ദന ദുരരാജ അടിപൊളിയായ ഒരു പെർഫോമറാണ്. അദ്ദേഹം നന്നായിട്ട് തന്നെ ഈ സീരീസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ വെബ് സീരീസിലെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് വരെ വളരെ നീറ്റായിട്ട് തന്നെ അവരുടെ ജോലി ചെയ്തിട്ടുണ്ട്. ഈ സീരീസിൽ ത്രില്ലടിപ്പിക്കുന്നത് എല്ലാ എപ്പിസോഡിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ലീഡ് വെച്ചിട്ടായിരിക്കും. അത് കണ്ടാൽ തന്നെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കാണാനുള്ള ഒരു ത്രില്ലിംഗ് ഫാക്ടർ നമ്മളിൽ വരും. ഈ സീരീസ് സോണി ലിവ് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. എന്തുകൊണ്ടും ഒരു ബെസ്റ്റായ ഒരു സീരീസാണ് ഇരുദ്രവം. ഫ്രീ ടൈം ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിരുന്നു വാച്ച് ചെയ്യാൻ നോക്കുക. ഒരു ബെസ്റ്റായ ഒരു സീരീസാണ് ഇരുദ്രവം. ഈ നമ്മുടെ ലിസ്റ്റിൽ 4ാമത് വരുന്ന സീരീസാണ് ഓട്ടോ ശങ്കർ. ഈ സീരീസിലെ മെയിൻ ലീഡായി അഭിനയിച്ചിരിക്കുന്നത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്ത് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സീരീസ് ഞാൻ കണ്ടു തുടങ്ങിയത്. ഒരു വേറെ ലെവൽ പെർഫോമൻസ് ആണ് അപ്പാനി ശരത്ത് ഓട്ടോ ശങ്കർ എന്ന റോളിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓട്ടോ ശങ്കറായി ജീവിച്ച് കാണിച്ചു എന്നൊക്കെ പറയില്ല, ഒരു ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു ക്യാരക്ടറാണ് അപ്പാനി ശരത്ത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സീരീസിൽ അഭിനയിച്ച ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് വരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ ഒരു വടച്ചെന്നൈ വൈബിൽ കാണാൻ പറ്റിയൊരു സീരീസാണ്. ഒരുപാട് വയലൻസ് സീൻസും ഒരുപാട് R-rated സീൻസും ഉള്ള ഈ സീരീസ് ഒരു 18+ സീരീസാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യ എപ്പിസോഡ് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരുപാട് മൂമെന്റ്സ് ഈ സീരീസിലുണ്ട്. ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിന്റെ ഒരു സ്റ്റോറിയാണ്. ഒരു റിയൽ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻസ് വെച്ചിട്ടാണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത്. നടന്ന സെയിം സ്റ്റോറിയാണ് ഇവർ സീരീസ് ആക്കി എടുത്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സീരീസാണ്. അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു സീരീസാണ് ഓട്ടോ ശങ്കർ. ഇനി നമ്മുടെ ലിസ്റ്റിൽ 3ാമതുള്ള സീരീസാണ് പേട്ടൈക്കാളി. ജല്ലിക്കെട്ട് അതിന് സംബന്ധമായിട്ടുള്ള ഒരു സീരീസാണ് പേട്ടൈക്കാളി. ഒരു ജല്ലിക്കെട്ട് സംബന്ധമായ ഒരു റിവെഞ്ച് ത്രില്ലർ സ്റ്റോറിയാണ് പേട്ടൈക്കാളിയിലേത്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ആരാണ് മെയിൻ ക്യാരക്ടർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാകും. എല്ലാവർക്കും അവരുടേതായ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പോർഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ടാകും. ഓരോരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ സ്റ്റോറി കാണിക്കുന്ന ഒരു സീരീസാണ്, ഒരു വെബ് സീരീസാണ് പേട്ടൈക്കാളി. എല്ലാ സ്റ്റോറിയും കൂടി കണക്ട് ആവുന്നത് ജല്ലിക്കെട്ടിലാണ്. മെയിനായിട്ട് ജല്ലിക്കെട്ടിൽ നടക്കുന്ന വിഷയങ്ങളാണ് ഈ സീരീസിന്റെ മെയിൻ സ്റ്റോറി എന്ന് പറയാം. എന്തായാലും ഈ സീരീസിൽ ജല്ലിക്കെട്ട് പോർഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും റിയൽ ആയ ലൊക്കേഷൻസും അതുപോലെ തന്നെ അത്രയും റിയൽ ആയ ഒരു അറ്റ്മോസ്ഫിയറും ആണ് ആ ജല്ലിക്കെട്ടിന് ചുറ്റോറും നടക്കുന്നത്. അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡൾട്ട് സീൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റിയൊരു സീരീസാണ്. എന്തായാലും ഗ്രൂപ്പായിരുന്നു കാണാൻ പറ്റിയൊരു സീരീസ് തന്നെയാണ് പേട്ടൈക്കാളി. ഒരുപാട് വയലൻസ് സീൻസ് ഒന്നും ഇല്ലെങ്കിലും അഡൾട്ട് സീൻസ് ഒന്നും ഇല്ലെങ്കിലും ആ കഥക്ക് ആവശ്യമായ വയലൻസ് സീൻസ് മാത്രമേ ഈ സീരീസിലുള്ളൂ. ഒരുപാടൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. ഈ സീരീസിൽ എനിക്ക് ആകെ ഒരു നെഗറ്റീവായി തോന്നിയത് ഈ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഒരു ക്യാരക്ടറിനെ വെച്ച് മാത്രം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ സീരീസ് എന്തായാലും വേറെ ലെവൽ സീരീസായി മാറിയേനെ. ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ സ്റ്റോറി കാണിക്കാൻ എടുക്കുന്ന സമയം നമ്മളെ ചെറുതായിട്ടൊന്ന് ബോറടിപ്പിക്കും. പക്ഷെ ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാരക്ടറിനായിട്ട് നമ്മൾ കണക്ട് ആവുകയാണെങ്കിൽ നമുക്ക് ആ പോർഷൻസ് ഒക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പോർഷൻസ് ആണ്. എന്തായാലും ബോറടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സീരീസ് അല്ല പേട്ടൈക്കാളി. നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സീരീസാണ് പേട്ടൈക്കാളി. എന്തായാലും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സീരീസും കൂടിയാണ് പേട്ടൈക്കാളി. ഇനി നമ്മുടെ ലിസ്റ്റിൽ 2ാമത് വരുന്ന സീരീസാണ് സുഴൽ. സുഴൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്വിസ്റ്റ് ഈ സീരീസിലുണ്ട്. നമ്മളെ ത്രില്ലടിപ്പിച്ച് അവസാനം വരെ കൊണ്ടുപോകുന്ന ഒരു സീരീസാണ്. എവിടെയും നമുക്ക് ബോറടിക്കത്തില്ല. അതുമല്ലാണ്ട് ഒരു വലിയ മെസ്സേജാണ് ഈ സീരീസിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്. ഈ സീരീസിലെ BGM, എഡിറ്റിംഗ്, അതുപോലെ തന്നെ ഈ സീരീസ് നടക്കുന്ന ലൊക്കേഷൻ എല്ലാം ടോപ്പ് നോച്ചാണ്. ആമസോൺ പ്രൈമിൽ ഒരു വലിയ പ്രൊമോഷൻ കൊടുത്ത ഒരു സീരീസാണ് സുഴൽ. ആമസോൺ പ്രൈം അത്രയും പ്രൊമോഷൻ കൊടുക്കാൻ കാരണം ഇതിലെ മെയിൻ കണ്ടന്റ് ആയിരുന്നു. ഈ സീരീസിന്റെ മേലെ അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു ആമസോൺ പ്രൈമിന്. അതുപോലെ തന്നെ വർക്ക് ആവുകയും ചെയ്തു. സുഴൽ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തമിഴ് സീരീസ് എന്ന് ഞാൻ പറയും. സുഴൽ സീരീസ് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും പോയി വാച്ച് ചെയ്യുക. ഫ്രീ ടൈം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിത് വാച്ച് ചെയ്ത് നോക്കുക. ഒരു മസ്റ്റ് വാച്ച് വെബ് സീരീസ് ആണ്. ഒരു മസ്റ്റ് വാച്ച് തമിഴ് വെബ് സീരീസ് ആണ് സുഴൽ സീരീസ്. വിലങ്ങ് സീരീസ് ടോപ്പ് 1 വെക്കാൻ ഒരു റീസൺ ഉണ്ട്. അത് നിങ്ങൾ ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആക്ടർ വിമൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോപ്പായ പടങ്ങൾ കൊടുത്ത് ആൾ ഫീൽഡ് ഔട്ട് ആയി എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് വിലങ്ങ് സീരീസ് വരുന്നതും ഹിറ്റാവുന്നതും. പോസിറ്റീവ് റെസ്പോണ്ട് കൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തം കീഴടക്കുന്നതൊക്കെ അത് വിമലിനൊരു പോസിറ്റീവായി മാറി. ഇനി സീരീസിലെ സ്റ്റോറി ഒരു 1 ലൈനായിട്ട് ഞാൻ പറയാം.
ഒരു കാട്ടിൽ നിന്ന് ഒരു തലയില്ലാത്തൊരു ബോഡി കിട്ടുന്നു. പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ സീരീസിലെ മെയിൻ സ്റ്റോറി ലൈൻ. ട്വിസ്റ്റ് അവസാനം വരെ ട്വിസ്റ്റാണ്. ട്വിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒടുവിൽ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ഈ സീരീസിലുണ്ട്. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ വിമൽ നല്ല വൃത്തിക്ക് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സീരീസിലെ മെയിൻ വില്ലൻ വേറെ ലെവൽ പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു ട്വിസ്റ്റാണ്, ഒരു വില്ലനാണ് അവസാനം വരിക. ആർക്കും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത പലതരം ട്വിസ്റ്റുകൾ ഈ സീരീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റായ ഒരു സീരീസ് എന്ന് ഞാൻ പറയും. തോറ്റുപോയ ഡയറക്ടറും തോറ്റുപോയ ആക്ടറും കൂടി ഒന്നിച്ച് ഒരു വെബ് സീരീസ് എടുത്തപ്പോൾ അതൊരു വലിയ വിജയമായിട്ടാണ് മാറിയത്. ആ സീരീസാണ് വിലങ്ങ് സീരീസ്. ബെസ്റ്റ് തമിഴ് വെബ് സീരീസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വിലങ്ങ് വെബ് സീരീസ് പറയും. എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഒരു വർത്ത് വാച്ച് സീരീസാണ് വിലങ്ങ് സീരീസ്. വേറെ വീഡിയോ നമുക്ക് പിന്നെയും കാണാം.